ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 4ാമത്തെ തവണയാണ് റനായ് ശ്രീകൃഷ്ണയിൽ നമ്മളൊരു വീഡിയോ ചെയ്യണത്. എന്ത് പ്രോഗ്രാം ഉണ്ടായാലും ഓരോ തവണയും ഇവർ ഞങ്ങളെ വിളിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ എന്തെന്നാ പറയുക. ഇത്തവണ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ദോശ ഫെസ്റ്റിൽ പങ്കെടുക്കാനാണ്. അമ്മ ബാംഗ്ലൂർ ആയതുകൊണ്ട് എൻ്റെ ദീപുൻ്റെ കൂടെ ഇന്ന് നിയാസും ഫാമിലിയാണ് ദോശ ഫെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. നിയാസ് സൗദിയിലാണ്, ഇപ്പോൾ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഞാൻ പല ലൈവിലും പറയാറുണ്ട്, നിയാസാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ദോശ ഫെസ്റ്റിലേക്ക് കിടക്കാം. 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നികളാണ് ആദ്യം ടേബിളിലെത്തിയത്. അത് പാലക് ചട്നി, ടൊമാറ്റോ ഓനിയൻ ചട്നി, ഇത് മുളക് ചമ്മന്തി, ചമ്മന്തി, പിന്നെ ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടി, മിൻറ്റ്, പൈനാപ്പിൾ ചട്നി, തേങ്ങാ ചമ്മന്തി, പിന്നെ അത് മുളക് ചുട്ടരച്ച ചമ്മന്തി, പിന്നെ ഇത് കാന്താരി, ഈ സെന്ററിൽ കാന്താരി, മുളക് ചുട്ടരച്ച മുളക് ചുട്ടരച്ച ചമ്മന്തി. ഇത് നമ്മുടെ നവരത്ന ദോശ. ഇത് സ്വീറ്റ് ആണോ? ഇത് സ്വീറ്റ് ആണ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ആപ്പിൾ, പൈനാപ്പിൾ, ഫ്രൂട്ട്സുകൾ. ഇത് പിസ്സ. ഇത് നമ്മുടെ പിസ്സ ദോശ, ഒലീവ്സ് ഒക്കെ ഇട്ട് വരുന്നത്. ആദ്യം വന്ന പിസ്സ ദോശയും നവരത്ന ദോശയും പിള്ളേർക്ക് തന്നെ കൊടുത്തു. ഇത്തരം ദോശകളൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങളും കേൾക്കണതും കഴിക്കണതൊക്കെ. നിയാസിൻ്റെ ഏറ്റവും ചെറിയ മോൻ്റെ പേര് ഇല്ലു എന്നാണ്. ഇല്ലുവിന് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ദോശയും വന്നു. പിന്നെ വന്നത് ചില്ലി മഷ്റൂം ദോശയാണ്. അതിൻ്റെ അഭിപ്രായം ആദ്യം നിയാസ് തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചു. ആധികാരികമായിട്ട് നീ തന്നെ പറയും. അതിൻ്റെ ഇടയിൽ ദീപുവിന് പിസ്സ ദോശയുടെ കുറച്ച് ഷെയർ കിട്ടിയിട്ടാ. ഇതെങ്ങനെ ചില്ലി മഷ്റൂം എങ്ങനെ കലക്കിൻ്റെ മഷ്റൂം നല്ലതാണല്ലേ. നിയാസും ഫാമിലി ആദ്യമായിട്ടാണ് മഷ്റൂം ദോശ കഴിക്കണേ. റനായിലെ ദോശ ആയതുകൊണ്ട് വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചേട്ടൻ എനിക്ക് കുറച്ച് നവരത്ന ദോശ കൊണ്ടുവന്നു. ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെ ടേസ്റ്റിൻ്റെ ഒപ്പം പുളിയൊക്കെ ചേർന്ന് ഒരു പ്രത്യേകതരം ടേസ്റ്റ്. കൂടുതൽ പരീക്ഷണത്തിൽ കണ്ട് അത് നിയാസിന് കൈമാറി. എന്താണ് അവൻ്റെ റിയാക്ഷൻ എന്നറിയാലോ. ഒരു വെറൈറ്റി. ഇനിയുള്ള ദോശയൊക്കെ വാഴയിലാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൈസൂർ മസാല ദോശയാണ് അടുത്തതായി പറഞ്ഞുള്ളത്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ള മസാലയാണ് മൈസൂർ മസാല ദോശയിൽ. ഞാൻ പിന്നെ എരിവിൻ്റെ ആളാണെന്ന് നിങ്ങൾക്കറിയാലോ. പ്രതീക്ഷിച്ച പോലെ അടിപൊളിയുണ്ട് മൈസൂർ മസാല. മൈസൂർ മസാല ദോശയും നിയാസിന് വളരെ ഇഷ്ടമായിട്ടാണ്. നിയാസിന് മാത്രമല്ല, നമ്മുടെ ദീപ് കൂടി ഉണ്ട് കേട്ടാ. എല്ലാ ദോശയും ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്താണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ടേബിളിൽ വന്നത് പനീർ മക്കാനി മസാല ദോശയായിരുന്നു. പനീർ അല്ലല്ലോ, വേറെ വേറെ. 18 വർഷത്തിലേറെയുള്ള സൗഹൃദമാണ് നിയാസിനായിട്ടുള്ളത്. നിയാസിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ഡിന്നർ കഴിക്കണത്. ഈ ഒരു ദോശ ഇവർ സ്പെഷ്യലായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്താണ്. ദീപു ഇങ്ങനെ മിണ്ടപൂച്ചായിരിക്കുന്ന കണ്ടിട്ട് ഷംസി കുറച്ച് പനീർ ദോശ ദീപുവിൻ്റെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. എല്ലാം നല്ലതാ. നീ എടുക്കില്ല. എങ്ങനെ ടേസ്റ്റ്? ഗോപി മഞ്ചൂരിയൻ. ആക്ച്വലി നിയാസും ഷംസിയും പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല. ഈ ഒരു ഹണി ഗ്ലേസ്ഡ് ബേബിക്കോൺ അടിപൊളിയായിട്ടുണ്ട്. അതങ്ങോട്ട് കഴിച്ച് തീരുമ്പോഴേക്കും നമ്മുടെ 8ാമത്തെ ദോശ എത്തി. ചോപ്പ് സൂയി ദോശ. നമ്മൾ ഈ അമേരിക്കൻ ചോപ്പ് സൂയി ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറുള്ള ദോശയാണിത്. നമ്മൾ ഓർഡർ ചെയ്ത ദോശകളിൽ ഒട്ടുമിക്ക ദോശയും ആദ്യം ടേസ്റ്റ് ചെയ്തത് നിയാസാണ്. എന്നാൽ പിന്നെ ഇതിൻ്റെ അഭിപ്രായം പറയണത് നിയാസ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. സംഗതി വേറൊന്നുമല്ല, ഈ ദോശ കുറച്ചധികം പുളിയുള്ള ടൈപ്പ് ദോശയാണ്. പുളി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. എനിക്കും പുളി അത്ര ഇങ്ങോട്ട് താല്പര്യമില്ല. എന്നാൽ ദീപുവിനിത് വളരെ ഇഷ്ടമായി. കാരണം ദീപുവും എൻ്റെ അമ്മയൊക്കെ പുളിപ്രാന്തികളാണ്. ഇനിയുള്ള ടാസ്ക് ഇന്നത്തെ സ്പെഷ്യൽ ചട്നികളൊക്കെ ടേസ്റ്റ് ചെയ്യലാണ്. ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൈനാപ്പിൾ പച്ചടി കഴിക്കുന്ന പോലെ.
10 തരം ചട്നിയും 75 തരം ദോശയും 5 ടൈപ്പ് സുലൈമാനിയും ഈ ദോശ ഫെസ്റ്റിൽ ഇവരൊരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ദോശയടിക്കെ കഴിഞ്ഞ് കൈ കഴുകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ചെറിയൊരു ദോശ കൂടി വരാനുണ്ടെന്ന്. തൊട്ടു പുറകെ ഞങ്ങൾ ഓർഡർ ചെയ്ത കാപ്പിയും ബൂസ്റ്റൊക്കെ എത്തി. അന്നേരം നിയാസ് ചുമ്മാ തമാശയ്ക്ക് ജഗതിയുടെ പണ്ടത്തെ എക്സ്പ്രഷനെ കുറിച്ച് പറയായിരുന്നു. അടിപൊളി അടിപൊളി. സത്യം പറഞ്ഞാൽ ഈ ഒരു ദോശ ഫെസ്റ്റിന് അമ്മയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് വരണ്ടേന്നുള്ള ഒരു ചെറിയ വിഷമത്തിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് നിയാസ് നാട്ടിലുണ്ടല്ലോ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചത്. എനിക്കും നിയാസിനും ഞങ്ങളുടെ ഫാമിലിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റനായ് ശ്രീകൃഷ്ണയിലെ ഈ ഒരു ദോശ ഫെസ്റ്റ്. വയറ് നിറയെ ദോശയൊക്കെ കഴിച്ച് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ റനായിൽ നിന്ന് മടങ്ങിയത്. മെയ് 20 മുതൽ 25 വരെയാണ് ദോശ ഫെസ്റ്റ്. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ദോശ ഫെസ്റ്റ് ഒരു മസ്റ്റ് ട്രൈ സംഭവം തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.